ഇറങ്ങിയായിരുന്നു ഒന്നും മേടിക്കാൻ തോന്നുന്നില്ല. നമ്മുടെ സ്റ്റുഡിയോ ഇല്ലേ, സ്റ്റുഡിയോ മുത്താണ്. സ്റ്റുഡിയോയിൽ വില കുറവാണേ. നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി മേടിക്കുന്നത്. ഇവര് മീട്ടാപ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കേട്ടോ. ദോപ്പിക്ക് വേണോ? ആ ഇത് എങ്ങനെയാ തിന്നണേ? ഇത് ലെസ് ഷുഗർ ആണോ? അല്ല, മധുരമുള്ള. എന്നിട്ട് ആ ഇലയോടുകൂടി ചവച്ച് തിന്നുവോ? ആണോ? ആ നോക്ക തിന്നെ. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എങ്ങനുണ്ട്? ആണോ? സൂപ്പറാണോ ശരിക്കും? ആ എന്റെ വന്നു. അയ്യോ ഇതെങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റില്ല അല്ലേ? ലെസ് സ്വീറ്റ് അല്ലേ? എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടു. नहीं आंटी आपका नहीं, हम हमारा ही ले रहे थे. आपको हाय बोलना है? हाय आंटी. कल्याण आप कहाँ से आंटी? कल्याण വ്ലോഗ് എടുക്കുന്നു. അവിടെ വേറെ വ്ലോഗ് എടുക്കുന്നു. എനിക്ക് വയ്യ. നമ്മുടെ ചേച്ചിനെ അവർ വാടക എടുത്തു. സൂപ്പർ അല്ലേ? അപ്പോൾ വെൽക്കം ടു ലൈക്ക് ബോഗൻ വില്ല. നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഇങ്ങനെ തന്നെ തുടങ്ങി കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ, എനിക്ക് തിന്നാൻ അറിയാൻ പാടില്ലാണ്ട് പറ്റിയ പ്രശ്നമാണ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടത് കേട്ടോ. സംഭവം നല്ല സൂപ്പറായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ഈ സാധനമൊക്കെ എങ്ങനെ ചവച്ചടിച്ച് നമ്മൾ തിന്നുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മാത്രമല്ല വായും ഒക്കെ നല്ല ഫ്രഷാണ്. ഭയങ്കര ഫ്രഷ്നെസ് ആണ് കേട്ടോ ഫീൽ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഈ കൊലാബിൽ തന്നെ മാർക്കറ്റിൽ കൂടെ എങ്ങനെ നടക്കുന്നതാണ്. ഒരു ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് ഈ മാർക്കറ്റ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ ഞാൻ താലോ പിടിച്ചേക്കുന്നത് എന്തിനാണെന്നറിയോ? പാനിപ്പൂരി തിന്നാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. ഒരു പാത്രം തന്നു, എല്ലാവർക്കും പാത്രം കിട്ടി. മീഡിയം. വാവ്. ഇനി അങ്ങ് തിന്നാം. നമ്മള് വേറെ അടുത്ത് കഴിയുന്ന പാനിപ്പൂരി പോലെ ഒന്നും അടുത്ത് പാനിപ്പൂരി സൂപ്പർ, വെരി ടേസ്റ്റി. ഒന്നും ആവൂല. എനിക്ക് പിന്നെയും കിട്ടി. എനിക്ക് പിന്നെയും കിട്ടിയെന്ന്. സാധനം കൈമലുണ്ട്. എനിക്ക് വായി വെള്ളം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പാനിപ്പൂരിയും ബേൽപൂരിയൊക്കെ ഇവിടെ വന്ന് കഴിക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ചുമ്മാ പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റ് ആണേ. പിന്നെ അത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കഴിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ താജിൻ്റെയൊക്കെ ബാക്കിലായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഇത് കഴിച്ചത് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളങ്ങനെ നടന്നു പോയി. അപ്പോൾ നടന്നു പോകുമ്പോൾ ഈ ടാക്സിക്കാരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്, മറൈൻ ഡ്രൈവ് നരിമാൻ പോയിൻ്റൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ദൈവമേ, ഇതൊക്കെ നമ്മളുടെ സ്വപ്നമായിരുന്നു. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ പോസ്റ്റ് കാർഡിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ ഒരു എനിക്കത് എന്തെന്ന് പറയണമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അവിടെ മെയിൻ്റനൻസ് നടക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് ഇവിടെ എപ്പോഴും തന്നെ മെയിൻ്റനൻസ് ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ഒരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇടുന്നുണ്ടല്ലോ. ആ പരിസരവും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നല്ല സൂപ്പറാണ്. നമുക്കവിടെ നന്നായി ഇതാണ് നമ്മളുടെ സൈഡിൽ കാണുന്നതാണ് താജ്. ശരിക്കും ഡാഡി ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറുതാണേ, സ്കൂളിൽ പഠിക്കുന്നത്, LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ ഡാഡി ഇന്ന് പോസ്റ്റ് കാർഡൊക്കെ അയക്കും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, നമ്മുടെ താജൊക്കെ പോസ്റ്റ് കാർഡ് അയക്കുമ്പോഴേ ഞാനിങ്ങനെ ഇതൊക്കെ എപ്പോൾ കാണും, ഞാനെപ്പോൾ കാണുമെന്ന് വിചാരിച്ചിരിക്കുക. അവസാനം ഞാൻ ദേ കാണുകയാണ്. താജ് കാണുമ്പോൾ ഒരു സങ്കടം കൂടെ വരും അല്ലേ? എനിക്ക് ആ ഇൻസിഡൻറ്റ് ഇങ്ങനെ ഓർമ്മ വരുമ്പോഴേ. പിന്നെ അത് നമ്മൾ ഒരു മൂവി കണ്ടിട്ടില്ലേ, അതിനകത്ത് മരിച്ചിട്ടുള്ള അല്ലേ? അതൊക്കെ കാണുമ്പോൾ വിഷമം വരും. ലാലേട്ടൻ്റെ ചേച്ചിക്ക് ഇവിടെ വരുമ്പോൾ എപ്പോഴും ചേച്ചി പറഞ്ഞ സിനിമയുടെ കാര്യങ്ങളാ പറയേച്ചി പറ. മോഹൻലാലിന്റെ ഫിലിമിന്റെ പേരൊന്നും അറിയില്ല. ഉണ്ട് പണ്ടത്തെ മോനിഷയൊക്കെ ഉള്ളത്.
മുനിഷ ഉണ്ടല്ലോ അതിനകത്ത്. ഉണ്ട് 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 ഉണ്ട്. ആ പെങ്ങളായിട്ട്. ആ ഫോട്ടോ എടുക്കാൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഇങ്ങനെ സൈഡിലേക്ക് വന്നു കേട്ടോ. നമ്മളിങ്ങനെ അതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച നല്ല ഭംഗിയാണ്. കടലിനകത്ത് ഇങ്ങനെ നിറച്ച് ചെറിയ ബോട്ടുകളും പായ് വഞ്ചി അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് സെലിബ്രിറ്റീസൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ബോട്ടിൽ കയറി പോകുന്നതെന്നോ ഷാറുഖ് ഖാൻ വന്ന ഫോട്ടോസ് കണ്ടെന്നോ ഒക്കെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നമ്മൾ നിൽക്കുന്നത് എന്തിൻ്റെ ഫ്രണ്ടിലാണെന്ന് വെച്ചാൽ താജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. താജിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാണുന്ന ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാനൊക്കെ ഇങ്ങനെ കുറേ പേര് നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞങ്ങൾ പോയില്ല. നമുക്കങ്ങനെ ബോട്ടിങ്ങിന് കടലിലേക്ക് പോകുന്നതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നി. ഇതിലൂടെയാണ് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഷാറുഖ് ഖാനും ഫാമിലിയും ഒക്കെ അത് എവിടെ നിന്ന് വരുന്ന ചേച്ചി അവർ ബോട്ടിങ്ങിന് പോയിട്ടോ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നടന്ന് എന്തിനാ അവരെവിടുന്ന നടന്നു വരിക? അവരെവിടെ പോയിട്ട് നടന്നു വന്നത് അത് ഷാറുഖ് ഖാനൊക്കെ? ഓഹോ അങ്ങനെ അല്ലേ. എലിഫന്റ് ഒക്കെ ആണല്ലേ. ഓക്കെ. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് അടുത്തൊരു മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പേര് പെട്ടെന്ന് അങ്ങ് മറന്നു. ഭുവനേശ്വർ മാർക്കറ്റ് കേട്ടോ. അവിടേക്കാണ് നമ്മൾ പിന്നെ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ നമ്മൾ ടാക്സി എടുത്തിട്ട് തന്നെയാണ് പോണേ. ഇപ്പം ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത മാർക്കറ്റിൽ പോകാൻ ശിവാനി നമ്മളെ കൊണ്ടുപോകാണ്. ഇപ്പോൾ ഈ വഴിയിൽ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ പഴയ ബ്രിട്ടീഷുകാരുടെ സമയത്തേ ഉള്ള ആ ഒരു ടൈപ്പ് ബിൽഡിംഗ് ആണ്. നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളതേ കാറിന് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളതേ കുറച്ച് നടന്ന് നമ്മളുടെ മാർക്കറ്റിലേക്ക് എത്തി. ഇവിടെ പക്ഷേ ശിവാനി പറയുന്നത് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ നിറയെ കച്ചവടക്കാരുണ്ടാവും വഴിയരികിൽ. പക്ഷേ ഇന്ന് കുറവാണ്, വളരെ കുറവാണ്. എന്ത് പറ്റിയെന്നറിയില്ല. സാധാരണ സൺഡേ ആണ് അങ്ങനെ ഇല്ലാതെ വരിക. പക്ഷേ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടോ കച്ചവടക്കാരില്ല. കടകളും പിന്നെ ഇച്ചിരി കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവിടെ പോലും നല്ല റേറ്റ് കുറവുണ്ട്. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അന്നേ വേറെ കച്ചവടക്കാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വഴിയരികിൽ നിന്ന് കിട്ടുമായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയതേ, ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഭയങ്കര വില കുറവിലാണെന്നുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ കയ്യിലിരുന്ന ഈ കമ്മലുണ്ടല്ലോ, ഇതിന് നമ്മുടെ സ്റ്റുഡിയോയിൽ 50 രൂപയാണ്. 50 എന്ന് വെച്ചാൽ 1 രൂപയും കൂടി കുറവേ ഉള്ളൂ. 49 രൂപയാണ്. ഇവിടെ 50 രൂപയാണ്. അപ്പോൾ സെയിം വിലയിലെ സ്റ്റുഡിയോ നമുക്ക് തരുന്നത്. ഈ ഫ്ലാറ്റ് ഉണ്ടോ, നമ്മളതിൻ്റെ തൊട്ട് താഴെ പോയി നിൽക്കുമ്പോൾ ഇതിങ്ങനെ മറിഞ്ഞ് എപ്പോൾ താഴേക്ക് വീഴുമെന്ന് തോന്നും. പേടി തോന്നും ശരിക്കും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ നോക്കുമ്പോൾ കേട്ടോ. നമ്മളുടെ ഇവിടെ അങ്ങനെ റോഡിനോട് ഇത്ര ചേർന്ന് ഇതുപോലെ താമസിക്കുന്ന ഫ്ലാറ്റുകളില്ല. റോഡിനോട് ഇത്ര ചേർന്നിട്ട് ഇത് റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ കുറേ നടന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോരാനുള്ള വണ്ടി നോക്കി നിന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പക്ഷെ നടന്നു വരുന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടി പോയി. അതുകൊണ്ട് പിന്നെ വന്ന വണ്ടിയിലൊന്നും നമുക്ക് കയറിയിട്ട് CSTയിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. എത്ര നേരം ഇനി അങ്ങനെ നിൽക്കേണ്ടി വരും? നമ്മുടെ നമ്പർ വണ്ടി പോയല്ലോ. പിന്നെ ഞങ്ങൾ അവസാനം ടാക്സി തന്നെ വിളിക്കേണ്ടി വന്നു. കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു, ഏതെങ്കിലും വണ്ടി വന്നാലോ എന്ന്. ഈ വരുന്ന വണ്ടിയും ഞങ്ങൾക്കുള്ളതാണെന്ന് ഞങ്ങൾ സംശയിച്ചു. അപ്പോഴാണ് അടുത്ത് നിന്നിരുന്ന വേറൊരു പെൺകുട്ടി പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് പോകേണ്ട വണ്ടി ഇതല്ല, നിങ്ങളുടേത് 103 നമ്പർ. ഈ കുട്ടി കേട്ടോ, നിങ്ങളുടെ 103 ആ വണ്ടി പോയി എന്നുള്ളത്. കുറച്ചു നേരം നിന്നിട്ട് പിന്നെ പറഞ്ഞ ഈ ടാക്സി ബസ് കാത്തുന്ന അവസാനം നമുക്ക് ബസ് കിട്ടില്ല കേട്ടോ. അവസാനം നമുക്ക് കിട്ടിയേക്കണത് ഈ ഒരു ചെറിയ ടാക്സിയാണ്. അതിനകത്ത് അവർ 3 പേരെ കൊണ്ടുപോകുള്ളൂ. നമ്മൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 ആയിട്ട് എടുക്കേണ്ടി വന്നു. മീറ്ററിലുള്ള പൈസ കൊടുത്താൽ മതി എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞേക്കണേ കേട്ടോ. ഇല്ല മൊബൈലുണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ നമ്മളെ നമ്മുടെ കാക്ക കൊണ്ടുവന്ന് ഇവിടെ വിട്ടല്ലേ. അവിടെ നിന്ന് ഇവിടം വരെ വരാൻ 60 രൂപ. ഇതാണ് നമ്മളുടെ സ്റ്റേഷൻ, ഛത്രപതി. അതെ, ഛത്രപതിയുടെ വേറൊരു ഭാഗം. നമ്മൾ അവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കൂടാണ്, ഈ ഒരു സബ്വേ കൂടാണ് നമ്മൾ പോകുന്നത്. അണ്ടർപാസ് അല്ലേ. അവിടെ എന്തിറക്കാൻ നോക്കാം. അവിടെ നിറച്ച് കടകളും ഒക്കെയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് എടുത്തത്. നിറയെ കടകളാണ്. ഇപ്പോഴത്തെ ഒരു ഭംഗി നോക്ക്, എന്ത് രസമാണല്ലേ കാണാൻ. ഇപ്പോഴത്തെ ഭംഗി നോക്ക്, അടിപൊളി, സൂപ്പർ. ഇത് നമ്മളെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മുംബൈയിലോട്ട് വരിക അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അത് മാറി. ടിക്കറ്റ് എടുക്കാം. ടോപ്പി ടിക്കറ്റ് എടുക്കാം.
ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ. ചാൻസ് കിട്ടിയാൽ നമ്മൾ മുമ്പേ വന്ന് കാണണം അല്ലേ? കുറേ ഉണ്ട് കാണാൻ. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ അലമ്പായി. കാണാൻ പറ്റുമോ? ഇടവിട്ടിട്ട് ഡെയിലി യാത്ര പറ്റില്ല, ഭയങ്കര ടയർഡായിപ്പോ. ഞാൻ പകല് കുറച്ചേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇടവിട്ട് പോകുമ്പോ നല്ല ഇന്ന് കറങ്ങി നാളെ റെസ്റ്റ് എടുത്ത് നല്ല കറക്റ്റാണ് ഇവിടെ. മറ്റന്നാള് പോയി നമുക്ക് കേറാൻ സ്ഥലം ഉണ്ടാവില്ല. ടിക്കറ്റ് കിട്ടി. ഇനി സീറ്റ് കിട്ടുന്നതാണ് പ്രധാനം. ഇവിടെ എന്തൊരു തിരക്കുള്ള സ്ഥലമാണല്ലോ മുമ്പേ. ഇപ്പൊ 9 മണിയാണ്. ഇത് തിരക്കല്ല, കുറച്ച് 9 മണിയായില്ലേ? 9 മണിയാണ് ഇപ്പൊ. ആ ബസ് കിടക്കുന്ന പോലെയാണ് ഇവിടെ ട്രെയിൻ കിടക്കുന്നത്. അതുപോലെ 9 മണിയുടെ തിരക്കാണ് ഈ കാണുന്നത്. 6 മണിക്ക് നമ്മുടെ വണ്ടി ഉണ്ട്. സ്ലോ ആണ്. ആണോ? സ്ലോ. ഇതാണോ നമ്മുടെ വണ്ടി? അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറി പിന്നെ ഒരു 1.25 മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ സ്ഥലത്തെത്തിയത് കേട്ടോ. അത്രയ്ക്കും ദൂരമുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക്. നല്ലൊരു ട്രെയിൻ യാത്രയായിരുന്നു. ട്രെയിനിൽ കുട്ടികളൊക്കെ പാട്ടും അന്താക്ഷരി കളിക്കലൊക്കെ ആയിരുന്നു. അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്തിടാൻ പറ്റിയില്ല. ഞാനും ചേച്ചിയും കൂടെ ഓടിയാണ് ഞങ്ങൾ കയറിയത്. നമുക്ക് എന്തായാലും സീറ്റ് കിട്ടി, അതൊരു ഭാഗ്യമായി. വണ്ടിയിലിരുന്ന് തന്നെ ക്ഷീണിച്ച് ഞങ്ങൾ രണ്ടുപേരും, ഞാനും ചേച്ചിയൊക്കെ ഉറങ്ങി കേട്ടോ. ഡോപ്പിയും ഡിവിനാഷും ശിവാനിയൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പർച്ചേസ് വീഡിയോ തന്നെ, അല്ലെങ്കിൽ ഷോപ്പിംഗ് വീഡിയോ തന്നെ ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.